ആസിഫ് അലി, ജീത്തു ജോസഫ് കൂട്ടുകെട്ട് കൂമൻ കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ് ഈ ഒരു മിറേജ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഈ ഒരു സിനിമയിൽ ഒരു സ്പാനിഷ് മൂവിയുണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒളിയോ പോൾ ഡയറക്റ്റ് ചെയ്ത ഒരു കിഡിലൻ സിനിമ. ഈ സിനിമയുടെ കഥ പറയുന്നത് ഈ ഒരു കൂടുതലും ആസിഫ് അലിയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നല്ലാതെ ഹന്ന റജി കോഷിയുടെയും അതുപോലെ തന്നെ അപർണ ബാലമുരളിയും ചെയ്യുന്ന ഈ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്താണ്. മെയിൻലി അവരൊരു ഫിനാൻഷ്യൽ ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു ഫേമിൽ വെച്ച് പരിചയപ്പെടുന്ന കിരൺ എന്ന് പറയുന്ന ഈ ഒരു ഹക്കീം ഷാ എന്ന ആ ഒരു ക്യാരക്ടറും ഇവരും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പും പിന്നെ ഒരു മാൻ മിസ്സിംഗ് കേസും അത് ചെന്നെത്തിക്കുന്ന പല പല പ്രശ്നങ്ങളിലോട്ടാണ് ഈ ഒരു സിനിമ നമ്മളെ കൊണ്ടുപോകുന്നത്. എന്നെ സംബന്ധിച്ച് അത്ര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളതാണ് സത്യം. ഈ ഒരു മൂവി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഈ ഒരു മൂവിയിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ വരുന്നുണ്ട്. പ്രഡിക്റ്റബിളും അൺപ്രഡിക്റ്റബിളും ആയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു മൂവി സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോറിയും അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സും ഒക്കെ വർക്കൗട്ട് ആയാലേ ഈ ഒരു ട്വിസ്റ്റ് വർക്കൗട്ട് ആവും, അല്ലെങ്കിൽ ആ ഒരു ട്വിസ്റ്റ് ഫോഴ്സ്ഡ് ട്വിസ്റ്റ് പോലെ ആയിപ്പോവും. അതുതന്നെയാണ് സിനിമ നേരിടുന്ന പ്രധാന പ്രശ്നം. പല ക്യാരക്ടേഴ്സ് അലൈൻ ചെയ്തിരിക്കുന്നത്, മെയിൻലി ഇതിലെ വില്ലൻ ക്യാരക്ടേഴ്സ്, പോലീസ് ക്യാരക്ടേഴ്സ്, അങ്ങനെ പല പല ക്യാരക്ടേഴ്സ്, അങ്ങനെയുള്ള ചില ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു റൈറ്റിങ്ങും ആ ഒരു സ്ക്രീനിൽ വരുമ്പോൾ അതിനെ ആ ഒരു റൈറ്റിംഗ് ബാധിക്കുന്ന, നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു ഔട്ട്പുട്ടൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയുടെ പ്രധാന പ്രശ്നം. അപർണ ബാലമുരളിയും ആസിഫ് അലിയും ഒക്കെ പെർഫോമൻസ് വൈസ് നല്ലതാണെങ്കിൽ പോലും ഈ ഒരു സിനിമയിലെ ബാക്കി ചില ക്യാരക്ടേഴ്സിൻ്റെ പ്രശ്നങ്ങളാണ് ഈ ഒരു സിനിമയെ ആ ഒരു ഡൗൺ ഫേസിലോട്ട് കൊണ്ടുപോകുന്നത്. അതായത് ഇതിലൊരു തോക്കെടുത്തൊരു വില്ലൻ ക്യാരക്ടർ വരുന്നുണ്ട്. ആ ഒരു വില്ലൻ ക്യാരക്ടർ നമ്മൾ ആദ്യം കാണുമ്പോൾ ടെറർ ഫീലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ പിന്നെ അങ്ങോട്ട് എൻ്റെ ഈ തോക്കുണ്ടേ എന്ന് പറഞ്ഞ് നടക്കുന്നതല്ലാതെ ഈ തോക്ക് പൊട്ടുമോന്ന് ഓഡിയൻസിന് ഡൗട്ട് വരുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ പിന്നെ അങ്ങോട്ട് വരുന്നത്. അതാണ് ആ ഒരു ടെറർ ഫീൽ ആദ്യം തന്ന ക്യാരക്ടർ പിന്നെ അങ്ങോട്ട് ഒരു കോമഡി പോലെ ആയി മാറുന്ന ഒരു ഫീലാണ് പിന്നെ കൊണ്ടുവരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിലെ ബാക്കിയുള്ള വില്ലൻ ക്യാരക്ടേഴ്സ്, മെയിൻലി 2 ക്യാരക്ടേഴ്സ് ആണ്. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ആ ഒരു ക്യാരക്ടേഴ്സ്, ഒരു ഹാർഡ് ഡിസ്ക് കണ്ടുപിടിക്കുന്നതാണ് ഈ സിനിമയുടെ പ്രധാന കഥ. ആ ഒരു ഹാർഡ് ഡിസ്ക് ഏത് വിധേനയും കണ്ടുപിടിക്കണം. ന്യായമായിട്ട് നോക്കിയാൽ ഈ ഒരു നായകൻ നായികയും അല്ലെങ്കിൽ ഈ ഒരു പ്രോട്ടഗോണിസ്റ്റ് ക്യാരക്ടേഴ്സിന് എങ്ങനെയെങ്കിലും ഇത് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹമായിരിക്കും നമുക്ക് എപ്പോഴും വരേണ്ടത്. ഒരു വില്ലന്മാർക്ക് ഒരിക്കലും ഇത് കിട്ടാൻ പാടില്ല എന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് വരണം. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ ഒരു വില്ലന്മാരുടെ കഷ്ടപ്പാട് കാണുമ്പോൾ, അതായത് ഈ സ്ട്രഗിൾസ് ഒക്കെ നായകന്റെയും നായികയുടെയും സൈഡിലേക്കാളും കൂടുതൽ ചില സമയത്ത് നമുക്ക് തോന്നുന്ന ഈ വില്ലന്മാരുടെ സ്ട്രഗിൾസ് ആണ് ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട്. പക്ഷെ അങ്ങനെ തോന്നുമ്പോൾ ആ ഒരു വില്ലന്മാരോട് നമുക്ക് കാണുമ്പോൾ ദേഷ്യമില്ല, പാവമാണ് തോന്നുന്നത്. ആരെങ്കിലും അത് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹാർഡ് ഡിസ്ക് ആരെങ്കിലും എടുത്ത് കൊടുക്കുക എന്നുള്ള ഒരു രീതിയിലോട്ടാണ് ആ ഒരു ക്യാരക്ടറൈസേഷൻസ് പോകുന്നത്. അത് സിനിമയുടെ പ്രധാന പ്രശ്നമാണ്. പിന്നെ പോലീസുകാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ സമ്പത്ത് ഒരു മെയിൻ പോലീസ്, നമുക്കറിയാം സമ്പത്ത് മെയിൻ പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഒരു ആക്ടറാണ്. അല്ലാതെ തന്നെ കുറേ തമിഴ് ഡയലോഗ്സ് ഉണ്ട്. അതായത് ഒരു കോയമ്പത്തൂർ സെറ്റ് ചെയ്ത് നടക്കുന്ന ഒരു കഥയായതുകൊണ്ട് തന്നെ കൂടുതലും തമിഴ് ഡയലോഗ്സ് സിനിമയ്ക്കകത്തുണ്ട്. അങ്ങനെ പോകുന്ന ഒരു കഥയാണ്. സലീം അതുപോലെ തന്നെ അപർണ ബാലമുരളിയും ഹന്ന റജി കോഷിയും അത്യാവശ്യം നല്ലൊരു നീറ്റ് പെർഫോമൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സിനിമയിലെ പല നെഗറ്റീവ് ക്യാരക്ടേഴ്സിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഒരു പ്രധാന പ്രശ്നം. അതല്ലാതെ തന്നെ ഈ ഒരു മെയിൻ 2 നെഗറ്റീവ് ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നുണ്ട്. ആ ഒരു ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കോൺവെർസേഷൻസ് ഒക്കെ സീരിയസ് മോഡിൽ പോകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഒരു എഫക്റ്റ് സിനിമയിൽ കിട്ടുന്നില്ല നെഗറ്റീവ് ക്യാരക്ടേഴ്സിന്റെ. അങ്ങനെ പല പല പ്രശ്നങ്ങളുള്ള ഒരു മൂവിയാണ്. പക്ഷെ ക്ലൈമാക്സിൽ വരുന്ന ട്വിസ്റ്റ് അത്യാവശ്യം ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ട്വിസ്റ്റിന് വേണ്ടി ഒരു സിനിമ എന്ന രീതിയിലാണ് സിനിമ പലയിടങ്ങളിലും മാറുന്നത്. അതിന് കൂടെ തന്നെ ഒരു പോസിറ്റീവായിട്ട് തോന്നിയത് ഈ ഒരു സിനിമയുടെ സിനിമാറ്റോഗ്രഫി ഒരു സീക്വൻസിൽ വളരെ ഒരു വലിയ ആക്സിഡന്റ് കാണിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ആ ഒരു സീക്വൻസിൽ കുറേ തോണിയും ആ ഒരു പാലത്തിന്റെ അടിയിലുള്ള സംഭവങ്ങളുമായിട്ട് ഒരു വലിയ ലോങ് ഷോട്ട് ഉണ്ട്. ആ ഒരു സിനിമാറ്റോഗ്രഫിയാണ് ഈ ഒരു സിനിമയുടെ പോസിറ്റീവായിട്ട് തോന്നിയത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആസിഫ് അലിയുടെയും അപർണ മുരളിയുടെയും ഹന്ന റജി കോഷിയുടെ ഒക്കെ ഒരു പെർഫോമൻസ് കൂടുതൽ റിവല്യൂഷനും ട്വിസ്റ്റ് ആൻഡ് ടേൺസും ഒക്കെ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്വിസ്റ്റിന് വേണ്ടി ഒരു സിനിമ എന്ന ഒരു രീതിയിലോട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫോഴ്സ്ഡ് ആണ് പല ട്വിസ്റ്റുകളും സിനിമയിൽ വന്നു പോകുന്നത്. അത് സിനിമ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. പിന്നെ സമ്പത്തിന്റെ ഈ ഒരു പോലീസ് ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പോലീസ് ക്യാരക്ടേഴ്സ് ബ്രില്യൻ്റ് ആണെന്നോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടറൈസേഷൻ അങ്ങനെയൊന്നും കിട്ടുന്നില്ല. സാധാരണ ഈ ഒരു പോലീസുകാരാണ് ഇവർ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ പോലീസുകാരെ ഇതിൽ ഹെൽപ്പ് ചെയ്യുന്നത് ഇതിലെ പ്രോട്ടഗോണിസ്റ്റ് ആണ്. അങ്ങനത്തെ വ്യത്യാസമുണ്ട്. ആ ഒരു രീതിയിലാണ് ആ ഒരു പോലീസ് അന്വേഷണമൊക്കെ നീങ്ങുന്നത്. അത് സിനിമയുടെ ഒരു നെഗറ്റീവാണ്.